ഇതാ ടിഷ്യൂ. ഇതാ ടിഷ്യൂന്ന്. മോനെ നീ അവളെ കൊണ്ടാക്കിട്ട് ഇപ്പൊ വരുവോ? ആ അച്ഛാ, ഞാനേ ബാങ്കിൽ കൂടെ ഒന്ന് കയറണം, എന്നിട്ട് വരണ്ടാവുള്ളൂ. നീ വന്നിട്ട് വേണം കേട്ടോ മോനെ അച്ഛന് പോവാനായിട്ട്. ആ അത് നിന്റെ ബാഗ് എന്താ? ഇതല്ല, നിന്റെ ഹാൻഡ് ബാഗ് കൊണ്ടാ. എന്തിനാ? അതിലെ പിന്നോ സ്ലൈഡോ ഉണ്ടോ നോക്കാനാന്നേ. അങ്ങനെ തന്നെ. ഇതിലൊന്നുമില്ല. നീ ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ നോക്കിക്കോളാ. ഇതിലില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ ഹാൻഡ് ബാഗ് ഞാൻ തരില്ല. ഇന്ന് നിന്റെ ഹാൻഡ് ബാഗ് ഞാനത് നോക്കിയാല് ഞാൻ കാണാൻ പാടില്ലാത്ത വല്ലതും അതില്? ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇത് പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഞാൻ നിന്റെ ഭർത്താവല്ലേ? അപ്പൊ ഇതിനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ? അപ്പൊ പിന്നെ ഞാൻ ഭർത്താവെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളേ? ഇതിനുള്ള അവകാശം പോലും എനിക്കില്ലേ? ഇവിടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റണ്ടല്ലോ. പിന്നെന്താ ഇതിന് മാത്രം പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പറ. ഉടുക്കാനും കഴിക്കാനും എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവും പണിതിട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ത്രീകൾ ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കൊരു പരിഗണന അത് കിട്ടുന്നുണ്ടോ? അത് കൊള്ളാം. എനിക്കിവിടെ എന്ത് പരിഗണന കിട്ടുന്നില്ലെന്ന് നീ പറയണത്? നീ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ലേ? അത് മാത്രമല്ല, നിനക്ക് വേണമെന്ന് പറയുന്ന എല്ലാ ഡ്രസ്സുകളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങി തരുന്നുണ്ട്. നിനക്ക് എന്ത് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിലും വാങ്ങി തരുന്നുണ്ട്. പിന്നെ നിനക്ക് എന്ത് പരിഗണന നീ കിട്ടുന്നില്ല എന്ന് നീ പരാതി പറയണത്? അതിലൊന്നും അല്ല കാര്യം. എന്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹാൻഡ് ബാഗ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വലിച്ചെറിഞ്ഞു തന്നാല്. ഇങ്ങോട്ട് നോക്കിയേ. അതിനാദ്യം വേണ്ടതേ എനിക്ക് കംഫർട്ടബിൾ ആയ ഒരു ഭർത്താവാണ് നിങ്ങൾ. അപ്പോ നീ പറഞ്ഞു തരുന്നത് ഞാൻ നല്ലൊരു ഭർത്താവല്ലെന്നാണ്? നിനക്കൊക്കെ ഈ ഒലിപ്പേരി കാമുകന്മാരില്ലേ, അവന്മാരെ പറ്റുള്ളൂ അല്ലെ? ഇപ്പോ ആ സ്പേസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാമുകന്മാർ തന്നെയാ. ഇനി അത് ഏതെങ്കിലും ഭർത്താക്കന്മാർ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കപ്പിൾസ് ആയിരിക്കും. അവരുടെ ജീവിതം നല്ല റൊമാൻസ് ആയിരിക്കും. സത്യത്തിൽ ഒരു സ്ത്രീയുടെ ഹാൻഡ് ബാഗ് തുറക്കാനും കൈയിടാനും ഒരു പുരുഷന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആ സ്ത്രീയുമായി അടുക്കാൻ വേറൊന്നുമില്ല. ഒരു ലെവലില്ലെന്നർത്ഥം. എന്റെ അമ്മേ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മോളെ. ദേ വന്നു, പ്രണയം വന്നല്ല. അല്ല, അപ്പൊ എന്റെ പ്രണയം എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല. പ്രണയം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ കല്ലിലിരിക്കണ തേൻ പോലെ അല്ലെ, ഉള്ളിലുണ്ടായ പോരാ, പ്രകടിപ്പിക്കണം എന്നാണ് പറയണേ. സെറ്റാക്കാം. കുഞ്ഞാറ്റെന്നൊരു വിളി നിങ്ങൾ എത്ര നാളെ എന്നെ ഒന്ന് വിളിച്ച് ഒന്ന് വിളിക്കോ? അതുപോലെ എനിക്കറിയണ്ട. പിന്നെ ഒരു വട്ടല്ല, 1000 വട്ടം വിളിക്കും ഞാൻ കുഞ്ഞാറ്റാണ്. എനിക്ക് നിന്നെ അത്രക്ക് ഇഷ്ട. എനിക്ക് നീയല്ലാണ്ട് വേറെ ആരുള്ളേ? അറിയണ്ട. വേണ്ടു. സ്നേഹത്തോടൊരു തലോട്, സ്നേഹത്തോടൊരു കെട്ടിപ്പിടി, സ്നേഹത്തോട് ചേർത്ത് ഒരു ഉമ്മ, ഇത്രേ വേണു ഞങ്ങൾ സ്ത്രീകൾ. അപ്പോ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഞങ്ങളെ പോലുള്ള ആണുങ്ങളുടെ പ്രശ്നം അല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ മക്കളെ? ഇന്ന് പോണില്ല അച്ഛാ. അപ്പോ ഇന്ന് പോണില്ലേ? പോണ്ടേ? എന്നാ വാ.